ബി.ജെ.പി. മുഖ്യമന്ത്രിമാരിൽ സമീപകാലത്ത് യോഗി ആദിത്യനാഥിനെ കവച്ചുവെക്കുന്ന വിധം തീവ്ര ഹിന്ദുത്വ കാർഡ് ഉപയോഗിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ ശൈലി ഒരിക്കൽ കൂടി വിജയിച്ചു എന്നാണ് അസം തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മണ്ഡല പുനർനിർണയം ബി.ജെ.പിയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. ഇത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഹാട്രിക് വിജയം എളുപ്പമാക്കി. സംസ്ഥാനത്ത് 40% മുസ്ലിം ജനസംഖ്യ. മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചിരുന്ന പല മണ്ഡലങ്ങളുടെയും അതിർത്തികൾ മാറ്റി നിശ്ചയിച്ചതിലൂടെ ആ വോട്ടുകളുടെ സ്വാധീനം കുറക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷ ഭരണകാലയളവിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നിരവധി പ്രതികാര നീക്കങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്നും ഉണ്ടായതിനാൽ ഇത്തവണ മുസ്ലിം വോട്ടർമാർ ഏറെ സൂക്ഷ്മതയോടെയാണ് വോട്ടവകാശം വിനിയോഗിച്ചതെന്ന് ഫലം വ്യക്തമാക്കുന്നു. AIUDF-നെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കിയത് മുസ്ലിം വോട്ടുകൾ ചെറിയ അളവിൽ ഭിന്നിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിലും AIUDF മത്സരിച്ച മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ ജാഗ്രതയോടെ വോട്ട് ചെയ്തതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. AIUDF 24 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ഇതിൽ റഫീഖുൽ ഇസ്ലാം മാണ്ഡ്യ, മതിഉർ റഹ്മാൻ ധിങ് എന്നിവർ വിജയിച്ചപ്പോൾ 9 പാർട്ടി 2ാം സ്ഥാനത്തെത്തി. കോൺഗ്രസും AIUDF-ഉം തമ്മിൽ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ചിലരുടെ ഭൂരിപക്ഷം 1 ലക്ഷമാണ് കടന്നത്. ജലേശ്വറിൽ കോൺഗ്രസിന്റെ അഫ്താബുദ്ദീൻ മുല്ല AIUDF-ന്റെ ഷെയ്ഖ് ഷാഹ് ആലമിനെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതോടൊപ്പം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ കാര്യമായ പോരാട്ടം നടന്നിടത്തും മുസ്ലിം വോട്ടർമാർ കോൺഗ്രസിൽ ഉറച്ചുനിന്നു. അസമിൽ ആകെ 19 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത്. ഇതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങളാണ്. കോൺഗ്രസ് വിജയിച്ച ഏതാണ്ട് എല്ലാ സീറ്റുകളും മുസ്ലിം വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള ലോവർ അസമിലേക്കും ബരാക് വാലിയിലേക്കും മണ്ഡലങ്ങളാണ്. കോൺഗ്രസിലെ ഹിന്ദു വോട്ട് ഏകപക്ഷീയമായി ബി.ജെ.പിയിലേക്ക് പോയതായും ഫലം തെളിയിക്കുന്നു.